അങ്ങനെ നമ്മൾ ത്രിപുരയിൽ നിന്നും ആസാമിൽ കയറി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ടെൻ്റ് അടിച്ച ഈ ഒരു കടയുടെ ഫ്രണ്ടിലാണ് ട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ ഫുഡൊക്കെ ഉണ്ടായി കഴിച്ച് ചോറും പരിപ്പ് കറിയും അച്ചാറൊക്കെ ഉണ്ടാകുന്നുണ്ടാ. അതൊക്കെ കഴിച്ച് ഇറങ്ങാറായപ്പോൾ ഇവിടെ എല്ലാ ആൾക്കാരും കൂടിയിട്ടാണ്. അങ്ങനെ നമ്മൾ അവരോടൊക്കെ വിശേഷമൊക്കെ പറഞ്ഞ് പയ്യെ അവിടെ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോണ റൂട്ടിലൊക്കെ ഭയങ്കര മോശമാണ് റോഡ്. ഒരു പരിധി വരെ റോഡിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. പിന്നെ കുറേ ചാക്കിൽ കുപ്പികളൊക്കെ എങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് എന്തോ ഭദ്രാവതി കടകളാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരാൾ ആ ഒരു ചീന വെള്ളത്തിൽ ആ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കഴുകണ്ട കേട്ടോ. എന്താണെന്ന് അറിയില്ല. ഈ റൂട്ടിലെ മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് വീടുകളുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു കണ്ടുണ്ട് കേട്ടോ. അവിടെ നിന്നാണ് ഇവിടെയുള്ള ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്ഥലത്ത് നിന്നപ്പോൾ കുറേ പിള്ളേർ ഇങ്ങനെ കൂടിയിട്ട് ഉമ്മാർ ഇവിടെ ഫുട്ബോൾ കളിച്ചിട്ടിരിക്കണേ. എന്നെ കണ്ടപ്പോൾ അവിടെ നിന്ന് ഓടി വന്നേട്ടാ. അങ്ങനെ അവരൊക്കെ ആയിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് അവന്മാർക്കാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യനൊക്കെ ഉണ്ട് നമ്മളോട് ചോദിക്കാൻ വേണ്ടി. അതൊക്കെ ഉത്തരവൊക്കെ നൽകി നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് വീണ്ടും രണ്ട് പിള്ളേരെ കണ്ടിട്ട് ഉമ്മാർക്കാണെങ്കിൽ ഇതേപോലെ ഒരു യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സൈക്കിളായിട്ട് ഇറങ്ങി നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാ. അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു കിടിലം വിശാലമായ ഒരു പാടശേഖരം കണ്ടിട്ടാ. എന്നാൽ പിന്നെ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഏരിയയിൽ പ്രധാനമായിട്ടുള്ളത് ഇഷ്ടിക കമ്പനികളൊക്കെ ഉണ്ട്. നമ്മൾ പോണേക്ക് ആകെ കാണാൻ പറ്റണത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴാണ് നമ്മൾ കുറേ പിള്ളേരെ കണ്ടുപിട്ടേട്ടാ. ഇവിടെയും ദുർഗാപൂജയുടെ പരിപാടികൾ നടപ്പുണ്ട്. രാത്രി തന്നെയാണ് പരിപാടി ഉള്ളത്.